ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്രോഷ്യ ലേസ് അല്ലെങ്കിൽ ബെൽറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിനായി ഞാനിവിടെ ക്രോഷ്യയുടെ ത്രെഡാണ് യൂസ് ചെയ്തത്. സൈസ് 10 ക്രോഷ്യ ത്രെഡാണിത്. 1.75 mm ഹുക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു 6 ചെയിൻസിന്റെ ഫൗണ്ടേഷൻ ചെയിൻ വെച്ചിട്ടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈ ലൂപ്പിന് ചുറ്റുമായിരിക്കും നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ വർക്ക് ചെയ്യുന്നത് ഈ ലൂപ്പിന് ചുറ്റുമായിരിക്കും. ചെയിൻ 3, ആ ലൂപ്പിനുള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ട് ചെയ്ത് ഒന്ന് പുള്ള് ചെയ്ത് പിടിക്കുക. ഇതിങ്ങനെ തന്നെ നിർത്തിയിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പിലേക്ക് ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ടോട്ടൽ 5 ലൂപ്സ് ഉണ്ട് നമ്മുടെ ഹുക്കുമ്മ. ആദ്യത്തെ 4 ലൂപ്സിൽ കൂടെ മാത്രം യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലൂപ്പ് നമ്മുടെ ഹുക്കുമ്മ തന്നെ ഇരിക്കേണ്ടതാണ്. ഇനി നമ്മൾ 2 ലൂപ്പിൽ കൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയിൻ 3, 2 പെറ്റൽസിനിടയിൽ നമുക്ക് ഒരു ചെയിൻ 3യുടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. യാൺ ഓവർ ചെയ്ത് വീണ്ടും ഈ ലൂപ്പിൽ കൂടെ തന്നെയാണ് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത്. പുള്ള് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് പുള്ള് ചെയ്ത് പിടിക്കുക, എന്നാലേ നമ്മുടെ പെറ്റൽസിന് കുറച്ച് നീളം ഉണ്ടായിരിക്കുന്നതുള്ളൂ. യാൺ ഓവർ ചെയ്ത് ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യാം. 5 ലൂപ്സ് ഉണ്ടാവും. അതിൽ 4 ലൂപ്സിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. പിന്നെ ലാസ്റ്റ് 2 ലൂപ്പിൽ കൂടെ ഒന്നുകൂടെ പുറത്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് 6 പെറ്റൽസ് ആണ് വേണ്ടത്. ചെയിൻ 3, യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, പുള്ള് ചെയ്തെടുക്കുക. ഒന്നുകൂടെ യാൺ ഓവർ, ഇൻസേർട്ട്, പുള്ള് ചെയ്തെടുക്കുക. ഇനി 4 ലൂപ്സിൽ കൂടെ പുറത്തെടുക്കുക. വീണ്ടും 2 ലൂപ്സിൽ കൂടെ. നമുക്ക് 3 പെറ്റൽസ് ആയിട്ട് ഒരു 3 പെറ്റൽസ് കൂടി ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 6 പെറ്റൽസും 5 ചെയിൻ 3 സ്പേസസും ഉണ്ട്. ഇനി ചെയിൻ 1 ചെയ്ത് വർക്കിനെ നമുക്കൊന്ന് ടേൺ ചെയ്യാം. ഇനി നമ്മൾ ഈ ചെയിൻ 3 സ്പേസസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. 2 സിംഗിൾ ക്രോഷ്യ. ഒരു ചെയിൻ 3യുടെ പീക്കോ ആണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 3 നമ്മൾ തൊട്ട് മുമ്പ് വർക്ക് ചെയ്ത് സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക 2 ലൂപ്പിൽ കൂടെ. അപ്പോൾ നമ്മുടെ പീക്കോ റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെയിം സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ കൂടി. ഓരോ ചെയിൻ 3 സ്പേസിലും ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ചെയിൻ 2 2 സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3 പീക്കോ, വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ. എല്ലാം ആ ഒരു ചെയിൻ 3 സ്പേസിൽ തന്നെ. ഇത് ഓരോ ചെയിൻ 3 സ്പേസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്പേസിലെത്തി. 2 സിംഗിൾ ക്രോഷ്യ, പീക്കോ, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 6, വർക്കിനെ ടേൺ ചെയ്തിട്ട് ഈ 2 പീക്കോയുടെ ഇടയിലായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ചെയിൻ 6 സ്പേസിന് ചുറ്റുമാണ് നമ്മൾ ഈ റൗണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ റൗണ്ട് നമുക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. ചെയിൻ 3, വർക്കിനെ ടേൺ ചെയ്ത് ഈ ചെയിൻ സ്പേസിലാണ് നമ്മൾ ഇനി നമ്മുടെ സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പെറ്റൽസ് വർക്ക് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്ത്
ആ സെയിം സ്പേസിൽ നമ്മൾ 6 പെറ്റൽസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിവിടെ 6 പെറ്റൽസ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്ത് നമ്മുടെ സെക്കൻഡ് റൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. 2 സിംഗിൾ ക്രോഷേ, പീക്കോ, ചെയിൻ 3 പീക്കോ, സിംഗിൾ ക്രോഷയുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും 2 സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന്. റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 5 പീക്കോ സ്റ്റിച്ചസ് ഉള്ള റോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊട്ട് മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത ഫ്ലവറിൻ്റെ ഈ ഒരു പീക്കോയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ചെയിൻ 6 ചെയ്ത് വർക്കിനെ ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത ഫ്ലവറിൻ്റെ 2 പീക്കോ സ്റ്റിച്ചസ് ഉണ്ട്. അതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് ജോയിൻ ചെയ്യുന്നത്. ഇനി ഈ ചെയിൻ സ്പേസിലായിരിക്കും നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 3 വർക്കിനെ ടേൺ ചെയ്ത് ഈ ചെയിൻ സ്പേസിലായിരിക്കും നമ്മൾ 6 പെറ്റൽസ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പെറ്റൽസിന് ഇടയിൽ ചെയിൻ 3 സ്പേസ്. ഇതായിരിക്കും നമ്മുടെ റിപ്പീറ്റേഷൻ റൗണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എത്തണ വരെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ റൗണ്ട് തൊട്ടുള്ള ഈ റൗണ്ട്സ് ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് പെറ്റലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന പീക്കോയുടെ മുകളിൽ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ചെയിൻ 1 ചെയ്ത് നമ്മൾ വർക്ക് ടേൺ ചെയ്ത് വീണ്ടും നമ്മുടെ സെക്കൻഡ് റൗണ്ട്, അതായത് സിംഗിൾ ക്രോഷയും പീക്കോ റൗണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 2 സിംഗിൾ ക്രോഷേ, പീക്കോ, 2 സിംഗിൾ ക്രോഷേ. ഈ 2 റൗണ്ട്സ് ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് കിട്ടുന്നത് വരെ, നമ്മുടെ ലേസിന് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് കിട്ടുന്നവരെ ഈ 2 റൗണ്ട്സ് ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെയിൻ 6 ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മുടെ പെറ്റൽസ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് സിംഗിൾ ക്രോഷേ റൗണ്ട്, 2 സിംഗിൾ ക്രോഷേ കഴിഞ്ഞു, പീക്കോ, വീണ്ടും 2 സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ വെച്ച് എൻഡ് ചെയ്യാം. ഇനി നമ്മുടെ തൊട്ട് മുമ്പത്തെ ആ പീക്കോയുടെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ചെയിൻ 6, വർക്കിനെ ടേൺ ചെയ്ത് ഇത് തന്നെയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എത്തുന്ന വരെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 6 ചെയ്യുക, പെറ്റൽസ് വർക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ജോയിൻ ചെയ്യുക. നമ്മൾ പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പീക്കോയുടെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതിയാവും. ഓരോ പ്രാവശ്യവും ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ വർക്കിനെ ടേൺ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ വർക്കിനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എത്തുന്നവരെ റിപ്പീറ്റ് ചെയ്യാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.